വാക്യൂം ഡിസ്റ്റിലേഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി ലിക്വിഡ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ കണ്ടൻസറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടൻസറിൽ നിന്നും ഡിസ്റ്റിലേറ്റ് റിസീവറിലോട്ട് കളക്ട് ചെയ്യുന്നു. ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേയാണ് ലിക്വിഡ് ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഇൻ ടു വേപ്പർ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ഡ്രഗ്സ് എക്സ്ട്രാക്ഷനും കോൺസെൻട്രേഷനും പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡീഗ്രഡേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ എക്സ്ട്രാക്ഷനും കോൺസെൻട്രേഷനും പ്രോസസ്സിങ്ങും എല്ലാം വാക്യൂം ഡിസ്റ്റിലേഷൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഡീഗ്രഡേഷൻ കൂടാതെ തന്നെ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായി സാധിക്കും. ഓക്കെ, വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വാക്യൂം അപ്ലൈ ചെയ്യുന്നു. വാക്യൂം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും റെഡ്യൂസ് ചെയ്യുന്നു. വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ വേപ്പർ കണ്ടൻസേഷൻ കഴിഞ്ഞ് ഡിസ്റ്റിലേറ്റായി കളക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം. എപ്പോഴാണ് ഈ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്? ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന സമയത്താണ് ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നമുക്കറിയാവുന്നതല്ലേ. ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിലാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും കുറഞ്ഞ വേപ്പർ പ്രഷർ മാത്രം ലിക്വിഡിന് എക്സേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഞാൻ ആ പറഞ്ഞ എക്സാമ്പിൾ പറയാം. വാട്ടർ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത്? നമുക്കറിയാം, 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 101.31 കിലോ പാസ്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 9.33 കിലോ പാസ്കലാണ്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ 9.33 കിലോ പാസ്കലാണ്. ഓക്കെ, വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി എക്സ്റ്റേണൽ പ്രഷർ 9.33 കിലോ പാസ്കലിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വാട്ടർ ബോയിൽ ചെയ്യും. ഓക്കെ, അതായത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപേ തന്നെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വാട്ടർ ബോയിൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഇൻ ടു വേപ്പർ ഇൻക്രീസ് ചെയ്യും അല്ലേ. കാര്യം വളരെ സിമ്പിളാണ്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലിക്വിഡ് അതിൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്നത് ആ ഒരു പോയിന്റിലാണ് ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്. വാക്യൂം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. സോ ലിക്വിഡ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപേ തന്നെ ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ വേപ്പർ കണ്ടൻസറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഓർ വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ. ആ എക്സാമ്പിളും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. 101.31 കിലോ പാസ്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 9.33 കിലോ പാസ്കൽ ആണ്. ഓക്കെ,
ഈ പറയുന്ന 9.33 കിലോ പാസ്കലിലോട്ട് വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി എക്സ്റ്റേണൽ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, വാക്യൂം അപ്ലൈ ചെയ്യുന്നത് വഴി എക്സ്റ്റേണൽ പ്രഷർ 9.33 കിലോ പാസ്കലിലോട്ട് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വാട്ടർ ബോയിൽ ചെയ്യും. ഓക്കെ, അതാണ് വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇവിടെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഇൻ ടു വേപ്പർ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ഡിസ്റ്റിലേഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. വാക്യൂം ഡിസ്റ്റിലേഷന് ലബോറട്ടറി സ്കെയിലിലും ഇൻഡസ്ട്രിയൽ സ്കെയിലിലും യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലിയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലബോറട്ടറി സ്കെയിലിൽ യൂസ് ചെയ്യുന്ന ആ ഒരു അസംബ്ലിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, വാക്യൂം ഡിസ്റ്റിലേഷന് ലബോറട്ടറി സ്കെയിലിലും ഇൻഡസ്ട്രിയൽ സ്കെയിലിലും യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലിയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലബോറട്ടറി സ്കെയിലിൽ വാക്യൂം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്ന അസംബ്ലിയാണ്, ഡിസ്റ്റിലേഷൻ അസംബ്ലിയാണ്. ഇൻ്റർചേഞ്ചബിൾ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ജോയിൻസ് ഉള്ള തിക്ക് വാൾഡ് ഗ്ലാസ് അപ്പാരറ്റസ് ആണ് ഈ ഡിസ്റ്റിലേഷൻ അസംബ്ലിയുടെ പ്രത്യേകത. ഡബിൾ നെക്ക് ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡബിൾ നെക്ക് ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിനെ പറയുന്ന പേരാണ് ക്ലെയ്സൺ ഫ്ലാസ്ക്. ക്ലെയ്സൺ ഫ്ലാസ്കിൻ്റെ ഒരു നെക്കിൽ തെർമോമീറ്ററും മറ്റൊരു നെക്കിൽ കാപ്പിലറി ട്യൂബുമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ കാപ്പിലറി ട്യൂബ് ക്ലെയ്സൺ ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്ന ലിക്വിഡിൽ ഡിപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, കാപ്പിലറി ട്യൂബിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലെയ്സൺ ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്ന ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് എയർ ബബിൾസോ മറ്റോ ഫോം ചെയ്യുകയാണെങ്കിൽ ആ എയർ ബബിൾസ് റിമൂവ് ചെയ്യുക, അതുപോലെ ബമ്പിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഈ രണ്ട് പർപ്പസിനായാണ് ഒരു കാപ്പിലറി ട്യൂബ് ക്ലെയ്സൺ ഫ്ലാസ്കിൻ്റെ സെക്കൻഡ് നെക്കിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലെയ്സൺ ഫ്ലാസ്ക് കണ്ടൻസറുമായി കണക്ട് ചെയ്തിരിക്കുന്നു, കണ്ടൻസർ റിസീവറുമായും കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടൻസർ ഒരു അഡാപ്റ്റർ വഴിയാണ് റിസീവറുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ അഡാപ്റ്ററിലൂടെയാണ് വാക്യൂം പമ്പിലോട്ടുള്ള കണക്ഷൻ പോകുന്നത്. വാക്യൂം പമ്പിനും റിസീവറിനും ഇടയിലായി ഒരു മാനോമീറ്റർ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടുത്തെ പ്രഷർ എത്രയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ മാനോമീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലബോറട്ടറി സ്കെയിലിൽ വാക്യൂം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലിയെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഇൻ്റർചേഞ്ചബിൾ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ജോയിൻസ് ഉള്ള തിക്ക് വാൾഡ് ഗ്ലാസ് അപ്പാരറ്റസ് ആണ് ഈ ഡിസ്റ്റിലേഷൻ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഡബിൾ നെക്ക് ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ക്ലെയ്സൺ ഫ്ലാസ്ക്. ക്ലെയ്സൺ ഫ്ലാസ്കിൻ്റെ ഒരു നെക്കിൽ തെർമോമീറ്റർ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് നെക്കിലാവട്ടെ ഒരു കാപ്പിലറി ട്യൂബും. ഈ കാപ്പിലറി ട്യൂബ് ക്ലെയ്സൺ ഫ്ലാസ്കിൽ ഫോം ചെയ്തേക്കാവുന്ന എയർ ബബിൾസ് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബമ്പിങ് അവോയ്ഡ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. ക്ലെയ്സൺ ഫ്ലാസ്ക് കണ്ടൻസറുമായും കണ്ടൻസർ റിസീവറുമായും കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടൻസറിനും റിസീവറിനും ഇടയിലായി ഒരു അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്ററിലോട്ടാണ് വാക്യൂം പമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. വാക്യൂം പമ്പിനും റിസീവറിനും ഇടയിലായി ഒരു മാനോമീറ്റർ കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് പ്രഷർ അറിയുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അപ്പാരറ്റസിൻ്റെ വർക്കിംഗ് ആണ്. ഓക്കെ, ഡിസ്റ്റിൽ ചെയ്യേണ്ട മെറ്റീരിയൽ ക്ലെയ്സൺ ഫ്ലാസ്കിനകത്ത് എടുക്കുന്നു. ക്ലെയ്സൺ ഫ്ലാസ്കിൻ്റെ 1/2 to 2/3 വോളിയമാണ് സാമ്പിൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബമ്പിങ് അവോയ്ഡ് ചെയ്യാനായി നമ്മൾ പോർസലൈൻ പീസസ് ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തെർമോമീറ്ററും കാപ്പിലറി ട്യൂബും അതതിൻ്റെ പ്ലേസിൽ ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വാക്യൂം അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, വാക്യൂം അപ്ലൈ ചെയ്യുന്നു. ക്ലെയ്സൺ ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്ന ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്നതിനായുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. സോ അത് യൂസ് ചെയ്ത് ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്നു. ക്ലെയ്സൺ ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപേ തന്നെ ആ ലിക്വിഡ് ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം എന്താ, നമ്മളിവിടെ വാക്യൂം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാക്യൂം അപ്ലൈ ചെയ്യുന്നു. ക്ലെയ്സൺ ഫ്ലാസ്കിന് എടുത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപേ തന്നെ ലിക്വിഡ് ബോയിൽ ചെയ്യുകയും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ വേപ്പർ ക്ലെയ്സൺ ഫ്ലാസ്കിൽ നിന്നും കണ്ടൻസറിലോട്ട് പോകുന്നു. കണ്ടൻസറിൽ വെച്ച് കണ്ടൻസേഷൻ സംഭവിച്ചു വരുന്ന ആ ലിക്വിഡ് റിസീവറിൽ കളക്ട് ചെയ്യുന്നു.
ഓക്കെ, ഈ തെർമോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്ര ടെമ്പറേച്ചറിലാണ് ലിക്വിഡ് ബോയിൽ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ബോയിലിംഗ് പോയിൻറ്റിനേക്കാൾ, ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാൾ കുറവ് ടെമ്പറേച്ചറിലായിരിക്കും ലിക്വിഡ് ബോയിൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇത്രയുമാണ് വാക്വം ഡിസ്റ്റിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ലബോറട്ടറി സ്കെയിലിൽ യൂസ് ചെയ്യുന്ന വാക്വം ഡിസ്റ്റിലേഷൻ അസംബ്ലിയും അത് എങ്ങനെയാണ് ചെയ്യുന്നത് ആ പ്രൊസീജിയറും ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലിയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലി. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ കോപ്പർ കൊണ്ടോ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വാക്വം ജാക്കറ്റഡ് സ്റ്റില്ലാണുള്ളത്. ഓക്കെ, ഹൈ വാക്വം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും കോപ്പർ കൊണ്ടും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റില്ലാണ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ യൂസ് ചെയ്യുന്ന വാക്വം ഡിസ്റ്റിലേഷൻ അസംബ്ലിയുടെ പ്രത്യേകത. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും കോപ്പർ കൊണ്ടും കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നമുക്ക് സാധിക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ വിൻഡോ ഈ സ്റ്റില്ലിനകത്തുണ്ടായിരിക്കും. സ്റ്റില്ലിലോട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിനായി ഒരു സ്റ്റീം ഇൻലെറ്റും ആ സ്റ്റീം കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ടേക്ക് പോകുന്നതിനായി ഒരു എക്സോസ്റ്റും ഈ സ്റ്റില്ലിൻ്റെ ബോട്ടത്തിലുണ്ടായിരിക്കും. ഓക്കെ, സ്റ്റില്ലിനകത്ത് ഒരു തെർമോമീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അറിയുന്നതിന് വേണ്ടിയാണ് തെർമോമീറ്റർ പ്ലേസ് ചെയ്യുന്നത്. സ്റ്റിൽ കണ്ടൻസറുമായും കണ്ടൻസർ റിസീവറുമായും കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ റിസീവറിനൊരു പ്രത്യേകതയുണ്ട്, 2 റിസീവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 റിസീവേഴ്സും ഒരു സ്യൂട്ടബിൾ സ്ട്രക്ചർ വഴി കണ്ടൻസറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവായി യൂസ് ചെയ്യാൻ പറ്റുന്ന 2 റിസീവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിലേക്ക് ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുന്നു, മറ്റേ റിസീവർ വാക്വം പമ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നൊരു കണക്ഷൻ, ആ റിസീവറിൽ നിന്നൊരു കണക്ഷൻ സ്റ്റില്ലിലോട്ടും പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യുന്ന വാക്വം ഡിസ്റ്റിലേഷൻ അസംബ്ലി. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റില്ലിനകത്ത് സ്റ്റില്ലിൻ്റെ 1/2 to 2/3 വോളിയം സാമ്പിൾ ഫില്ല് ചെയ്യുന്നു, വാക്വം അപ്ലൈ ചെയ്യുന്നു, സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റീം ഇൻലെറ്റ് വഴി സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കണ്ടൻസ് ഗ്രാജുവലി ഹീറ്റഡ് ആവുന്നു. ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്തുന്നതിന് മുൻപേ തന്നെ അതിനകത്തുള്ള ലിക്വിഡ് ബോയിൽ ചെയ്യുന്നു, കാരണം വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിക്വിഡ് ബോയിൽ ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ നേരെ കണ്ടൻസറിലോട്ട് പോകുന്നു. കണ്ടൻസറിൽ നിന്നും അത് റിസീവറിലേക്ക് കളക്ട് ചെയ്യുന്നു. നോർമലി ഇവിടെ 2 റിസീവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുന്നതിനും മറ്റേ റിസീവർ ആണെങ്കിൽ അത് വാക്വം പമ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വാക്വം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ, ലബോറട്ടറി സ്കെയിലിലും ഇൻഡസ്ട്രിയൽ സ്കെയിലിലും യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ അസംബ്ലി, അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് കാണുന്നവരുടെ ലൈക്കും കമൻസും ഒക്കെയാണ് എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ പ്രചോദനം. അതുകൊണ്ട് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.